ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രഭവവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ജോൽസിൻ്റെയും ജംബോയുടെയും ഉപദേശപ്രകാരം മാനസയാണ് തനിക്ക് ചേരുന്നവളെന്നും കൺമണിയെ മറക്കാൻ തനിക്ക് കഴിയില്ലെങ്കിലും കൺമണി ഇനി തന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അവളെ ഇനി തനിക്ക് കിട്ടുകയില്ലെന്നുള്ള ധാരണയിൽ മാനസയെ പ്രപ്പോസ് ചെയ്യാൻ വരുൺ തീരുമാനിക്കുന്നുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് അച്ഛനെയും കൊണ്ട് മാനസയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കും മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി വരൻ തനിക്കൊപ്പം വരണമെന്നും മാനസയെ പെണ്ണ് ചോദിക്കാമെന്ന് പറയുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അച്ഛനോടുള്ള വാശി കൊണ്ടാണോ, മാനസയെ നേടണം എന്നുള്ള വാശി കൊണ്ടാണോ എന്നറിയില്ല. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, ഇന്ന് തന്നെ നമ്മൾ അത് നടത്തിയിരിക്കുമെന്ന് മാനസയ്ക്കരികിലേക്ക് ജംബോയും ജോൽസിനെയും കൂട്ടി പോകുന്നുണ്ട്. പിന്നെ കാണുന്നത് മാനസയ്ക്കരികിൽ നിന്നും വരുൺ കവിള് പൊത്തി ഓടുന്നതാണ്. ഒരു ശബ്ദവും കേട്ടു. അതിനു മുൻപ് തന്നെ ആ സമയത്താണ് കൃപ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ പുലി പോയ പോലെ എലി പോയ പോലെയാണ് കേട്ടോ മാനസയുടെ അടുക്കൽ നിന്ന് പോകുന്നത്. നാണം കെട്ട് അത് ഗതികെട്ട് നിൽക്കുന്ന മാനസയുടെ അരികിലേക്കാണ് തല ഉയർത്തി നമ്മുടെ കൃപയും ചെല്ലുന്നത്. നിന്റെ അഹങ്കാരത്തിന് ഇത് ദൈവം തന്ന ശിക്ഷയാണെന്നും ഇനിയും അഹങ്കാരം കാണിച്ചാൽ ഇതിലും വലുത് കിട്ടുമെന്ന് പറയുന്നുണ്ട് കൃപ. നീ ഇനി നാണക്കേട് കാരണം പുറത്തിറങ്ങണ്ട എന്നും വീടിനകത്ത് തന്നെ ഇരിക്കാനും പറയുന്നു. ഇത് കേട്ട് ഒരക്ഷരം തിരിച്ചു പറയാനാകാതെ നിൽക്കുകയാണ് മാനസ. അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ഇത് കൃപയോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് എന്നറിയാം. ശ്രീനിവാസനാണെങ്കിൽ ആധാരം പണയം വയ്ക്കാൻ ആലോചിക്കുന്നത് കേട്ടിട്ടാണോ എന്നറിയില്ല. ശാന്ത സുലോചനയോടാണെന്നറിയില്ല. ഏട്ടൻ്റെ മനസ്സ് മാറിയാലും നമ്മളിത് സമ്മതിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കൃപ ആരോട് മുട്ടാൻ പോകുകയാണെന്ന് തോന്നൽ വന്നതുകൊണ്ട് കൃപ പുറത്തേക്ക് പോകാൻ നോക്കുന്ന നേരം നീ ഇതെവിടെയാ പോകുന്നതെന്ന് മര്യാദയ്ക്ക് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് ആനിയമ്മ. അങ്ങനെ അത്യന്തം രസകരമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് സൂപ്പർ കൺമണി പോകുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്